നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തടക്കം ഓടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾ അത് ശരിക്കും സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന ഒരു പദ്ധതിയും KSRTCക്ക് തന്നെ കൂടുതൽ നഷ്ടമുണ്ടാക്കി വയ്ക്കുന്ന വലിയൊരു കബളിപ്പിക്കലും തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ഗണേഷ് കുമാർ തന്നെ തുറന്നു പറയുകയാണ്. ഇനി ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. വലിയ നഷ്ടത്തിലാണ് KSRTCയുടെ ഈ ബസ്സുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കിട്ടുന്നത് വളരെ തുച്ഛമായ ലാഭം തന്നെയാണ്. അങ്ങനെ ഒരു ലാഭവിഹിതത്തിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ ബസ് ഓടിക്കുന്നതെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ ചോദിക്കുന്നത്. KSRTC യൂണിയനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. മിക്കവാറും നമുക്ക് ഏവർക്കും കാണുവാൻ കഴിയുന്നതാണ്, ഈ വൈദ്യുതി ബസ്സുകളിൽ വേണ്ടത്ര ആളുകളില്ല. കൃത്യമായി ആളുകൾ കയറാത്ത റൂട്ടുകളിൽ പോലും ഇത് ഓടുന്നുണ്ട്. ചെറിയ റൂട്ടുകളിലൂടെയും ഇത് സഞ്ചാരം നടത്തുന്നുണ്ട്. 10 രൂപ നിരക്കിലാണ് ബസ് ഓടുന്നത്. 100 പേർക്ക് കയറാൻ ബസ്സിൽ സൗകര്യമില്ല. അങ്ങനെ നിരവധി പേർ കയറിയാൽ തന്നെ 10 രൂപ വെച്ച് പരമാവധി എത്ര രൂപ കിട്ടാനാണ്? 100 പേര് കയറിയാൽ പോലും 10 വെച്ച് 1000 മാത്രമാണ് പരമാവധി കിട്ടുന്നത്. ഇനി ഒരു കാര്യം ആലോചിക്കുക, ഇതിൻ്റെ കറണ്ട് ചാർജിന് എത്ര രൂപ വേണം? ഡ്രൈവർക്ക് കൊടുക്കാൻ ശമ്പളം എത്ര വേണം? കിലോമീറ്ററിന് 28 പൈസ വെച്ച് KSRTC സ്വിഫ്റ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 100 കിലോമീറ്റർ ഓടുമ്പോഴോ എത്ര രൂപയാണ് മിച്ചമായി കിട്ടുന്നത് എന്ന ചോദ്യമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഇങ്ങനെ എന്ത് ലാഭമാണ് KSRTCക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെയാണ് ഇതിലെ വലിയ തട്ടിപ്പും വലിയ തരത്തിലുള്ള നഷ്ടവും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നഷ്ടത്തിലോടുന്ന പല റൂട്ടുകളും റീഷെഡ്യൂൾ ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചതെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. വൈദ്യുതി ബസ്സിന് ദീർഘദൂര സർവീസ് ഇല്ല. ആ ബസ്സിന് 1 കോടി രൂപയ്ക്കടുത്താണ് വിലയുള്ളത്. അതായത് സാധാരണഗതിയിൽ വാങ്ങുന്ന ബസ്സിൻ്റെ 4 മടങ്ങോളം വില. ഈ 1 കോടി രൂപയുണ്ടെങ്കിൽ 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ് ഗണേഷ് കുമാറും പറയുന്നത്. വൈദ്യുതി ബസ് എല്ലാവരുടെയും വയറ്റത്താണ് നിലവിൽ കേരളത്തിൽ അടിച്ചിരിക്കുന്നത്. ഓട്ടോറിക്ഷക്കാരുടെയും വയറ്റത്തടിച്ചിട്ടുണ്ട്. ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരെയും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത തനിക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി വൈദ്യുതി ബസ്സുകൾ KSRTCക്കായി വാങ്ങുന്നതിനോട് ഒട്ടും തന്നെ യോജിപ്പില്ല, വിയോജിപ്പ് തന്നെയാണുള്ളത്. അതിനോട് ഒരിക്കലും സഹകരിക്കാനും താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഗണേഷ് കുമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ബസ്സുകൾ സ്വിഫ്റ്റിന് കീഴിൽ തന്നെ ആയിരിക്കും ഇനി വാങ്ങാനായി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാവുന്നതാണ്, ട്രെയിനുകളെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവ എവിടെ എത്തിയെന്ന് നിരീക്ഷിക്കാനും കഴിയുന്ന വേർ ഈസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷൻ മോഡൽ, അതുപോലെ വേർ ഈസ് മൈ KSRTC എന്ന ആപ്പ് കൂടി നടപ്പിലാക്കാൻ ഒരു പദ്ധതിയുണ്ട്. അതിലൂടെ ബസ്സുകളെ കൃത്യമായി നിരീക്ഷിക്കാനും യാത്രാ സൗകര്യം കൂടുതൽ എളുപ്പത്തിലാക്കാനും ജനങ്ങൾക്ക് കാത്തു നിൽക്കുന്ന അവസ്ഥ അതൊഴിവാക്കാനുമായി സാധിക്കും. 3 മാസത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അതുകൂടാതെ KSRTCയിൽ പലതരത്തിലുള്ള പരിഷ്കരണങ്ങളും പല പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്, പല മാറ്റങ്ങളുമുണ്ട്. അതേക്കുറിച്ച് മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം, അതാണ് ഏറ്റവും വലിയ തലവേദന. അത് കൃത്യമായി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് തൻ്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഇതിൻ്റെ ഒരു രൂപരേഖ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് പല പരിപാടികളും നോക്കി വരികയാണ്. അതിൽ ഉറപ്പൊന്നും തന്നെ പറയാറായിട്ടില്ല, അതിലേക്ക് കടക്കുകയാണ്. ശമ്പളം ഒന്നിച്ച് കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യത്തിലുള്ള വലിയ പരിശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനൊരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള ചില ചർച്ചകളൊക്കെ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.